ഈ പ്രോപ്പർട്ടി ഡെവലപ്പ് ചെയ്തിട്ട് ഒരു 6 മാസത്തിനകത്തേ വരുന്നുള്ളൂ കേട്ടോ. അതിന് മുമ്പേ തന്നെ പ്ലോട്ടുകൾ പറന്നാണ് സെയിലായിട്ട് അതിനകത്ത് വീടുകൾ നോക്കി ഏകദേശം ഫിനിഷിംഗ് സ്റ്റേജിലായിട്ടുള്ള കുറേയധികം വീടുകൾ ഇതിനകത്തായി. ഒത്തിരിയധികം വീടുകളുടെ വർക്ക് ഇതാ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു കിഡിലൻ ലൊക്കേഷനിലാണ് പ്രോപ്പർട്ടി ഉള്ളത്. ഇനി നമുക്കിതിനകത്ത് ഒരു 7 പ്ലോട്ടുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ബാക്കി എല്ലാം തന്നെ സെയിലായി. ഏകദേശം ഒരു 35ഓളം പ്ലോട്ട് ഉണ്ടായിരുന്നുണ്ട്. അതിൽ ബാക്കി എല്ലാം സെയിലായി. ഇനി നമുക്ക് 7 പ്ലോട്ട് മാത്രം ബാക്കിയുണ്ട്. ഇതുപോലെ നീറ്റായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ള പ്രോപ്പർട്ടീസാണ്. നമുക്കിതിനകത്തൊരു 4,300 തൊട്ട് ഏകദേശം 6 സെൻറ്റ് വരേക്കും വരുന്ന പ്ലോട്ടുകൾ ഇതിനകത്ത് ലഭ്യമാണ്. എല്ലാം പക്കാ കരഭൂമിയാണ്. ഞാനെന്നുള്ളത് തിരുവനന്തപുരത്ത് കഴക്കൂട്ടത്തിന് സമീപമാണ്. കഴക്കൂട്ടത്ത് നിന്ന് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പോത്തങ്കോടയിൽ പോകുന്ന റോഡ് ചന്തവിള ജംഗ്ഷൻ, ചന്തവിളയ്ക്ക് അടുത്ത് മരുപ്പങ്കോട് ക്ഷേത്രത്തിലേക്ക് പോകുന്ന ഒരു ആർച്ച് കാണാം. ആ ആർച്ചിനകത്തേക്ക് കയറി ഏകദേശം ഒരു 400 മീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് വരുമ്പോഴത്തേക്കും നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്കുള്ള എൻട്രൻസ് ആയി. അകത്തേക്ക് ഫുള്ളായിട്ട് ടാർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഏകദേശം 5 മീറ്റർ വിട്ടിൽ നല്ല അടിപൊളി വീതിയുള്ള റോഡാണ് അകത്തേക്ക് ഫോം ചെയ്തിട്ടുള്ളത്. ഇനി ഇതിനിങ്ങ് മേളിലേക്ക് കയറുമ്പോൾ അവിടെയൊക്കെയുള്ള പ്ലോട്ടുകളൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. മേളിലേക്കൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് നല്ല വിസിബിലിറ്റി കിട്ടും. നമുക്ക് വേറെ വീടുകളൊന്നും മറയത്തില്ല. ആ രീതിയിലൊക്കെ നമുക്ക് വീടുകൾ ആ ഭാഗത്തായിട്ട് വെക്കാൻ സാധിക്കും. താഴേക്കൊക്കെ ആണെങ്കിൽ ഇടയ്ക്ക് 1-2 പ്ലോട്ടുകൾ മാത്രം നമുക്കിനി ലഭ്യമായിട്ടുണ്ട്. മിസ്സാക്കണ്ട, നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. നല്ല കിടിലൻ കരഭൂമി, നിങ്ങളുടെ ഇഷ്ടാനുസരണമുള്ള വീടുകൾ പ്രോപ്പർട്ടി എടുത്ത് വെക്കാവുന്നതാണ്. ഇതിനകത്തൊക്കെ ഇപ്പോൾ ഒരു പ്ലോട്ട് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്കൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു വീട് വെച്ച് വാങ്ങുന്നതിനെക്കാട്ടും നമുക്ക് രജിസ്ട്രേഷൻ ചാർജ് ഭയങ്കര കുറവായിരിക്കും കേട്ടോ. സ്ഥലത്തിൻ്റെ വിലയ്ക്കുള്ള രജിസ്ട്രേഷൻ ചാർജേ വരത്തുള്ളൂ. അതിനുശേഷം നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ച് നിങ്ങൾക്ക് ഇപ്പോൾ കയ്യിൽ ആദ്യം ഒരു 7 ലക്ഷം രൂപയാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ആദ്യം ഒന്ന് ബേസ്മെൻറ്റ് റെഡിയാക്കുക. അടുത്ത് നമുക്ക് അതിൻ്റെ ഒരു ക്യൂറിങ് ടൈമും അതൊക്കെ ഉള്ളപ്പോൾ അതിനനുസരിച്ചിട്ട് അടുത്ത ക്യാഷ് റെഡിയാക്കി അടുത്ത വർക്കുകൾ നമുക്ക് ഓരോ ഘട്ടമായിട്ട് ചെയ്താൽ മതി. അങ്ങനെ ആകുമ്പോഴത്തേക്കും കൂടുതൽ ബാങ്ക് ലോണിനെയൊന്നും ആശ്രയിക്കാണ് നമുക്ക് വീട് വെച്ച് തീർക്കാനും സാധിക്കും. നമുക്കിവിടെ ഉദ്ദേശിക്കുന്ന വില പെർസെൻറ്റ് വന്നിട്ട് 8.5 ലക്ഷം രൂപയാണ്. പറഞ്ഞിരിക്കുന്ന വിലയിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട്. ആ കാര്യങ്ങൾ നേരിട്ട് ഇതിൻ്റെ ഉടമയായിട്ട് തന്നെ സംസാരിക്കുക. ടെക്നോ പാർക്ക് ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്നവരാണെങ്കിലും VSSCയിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിലും കിൻഫ്ര ബേസ് ചെയ്തൊക്കെ വർക്ക് ചെയ്യുന്നവർക്കാണെങ്കിലും നമുക്ക് ഈ ചുറ്റുവട്ടത്ത് പ്രോപ്പർട്ടീസ് നോക്കുന്നുണ്ടെങ്കിൽ വാങ്ങിയിട്ടോ. നമുക്കിനി നരിക്കൽ ബേസ് ചെയ്ത് അമൃതയുടെ ഒരു ഇതൊക്കെ വരുന്നുണ്ട് കേട്ടോ, ഹോസ്പിറ്റലൊക്കെ വരുന്നുണ്ട്. അതൊക്കെ കൂടെ വരുമ്പോൾ നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയുടെയൊക്കെ കളറ് നല്ലതുപോലെ മാറും. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ഇമ്പോർട്ടൻസ് വരുന്ന ലൊക്കേഷനാണ്. ഇപ്പോൾ തിരുവനന്തപുരം സിറ്റിയിൽ എവിടെ പ്രോപ്പർട്ടി വാങ്ങിയിട്ടാലും നഷ്ടമൊന്നുമല്ല കേട്ടോ. പല ആൾക്കാരും പറയും റിയൽ എസ്റ്റേറ്റ് ഒത്തിരി താഴേക്ക് പോവുകയാണെന്ന്. പക്ഷേ തിരുവനന്തപുരത്തിൻ്റെ കേസ് അതല്ല. കാരണം തിരുവനന്തപുരം വികസന കുതിപ്പിലാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ തന്നെ കുറേ എണ്ണം കമൻറ്റ് ചെയ്യാൻ വരും, അതും പല ജില്ലകളിലുള്ളവർ. അപ്പോൾ ഇവിടെയുള്ള പ്രോപ്പർട്ടീസൊക്കെ വാങ്ങി അതിൻ്റെ കാര്യങ്ങളൊന്ന് അന്വേഷിച്ചിട്ട് ഞാൻ ഈ പറയുന്ന വസ്തുതകൾ ശരിയാണോ എന്ന് നിങ്ങൾ നോക്കിയാൽ മതി. എന്തായാലും നേരിട്ട് ഇതിൻ്റെ ഡെവലപ്പേഴ്സിനെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലായിരിക്കും.